ചേച്ചി ഇരിക്കുവാണെങ്കിൽ മിണ്ടാണ്ടിരുന്നോണം. വെറുതെ എന്റെ വായിന്ന് കേൾക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഒരു സംശയം ഉണ്ടായിരുന്നു. നിന്റെ സംശയം വേറെ ആരോടെങ്കിലും പോയി ചോദിക്കേ, എന്നോട് ചോദിക്കാതിരിക്കണ്ടോ. കൊച്ചിനെ കടിച്ചിടാമല്ലിക്കണേ. അച്ഛൻ എനിക്ക് പഠിക്കണം, അവർക്ക് എന്തോ സംശയം ഉണ്ടോ അച്ഛൻ തീർത്തു കൊടുക്കും. പിന്നെ സംശയോ? ആ എന്ത് സംശയം? ഐസ്ക്രീം പല കളറുണ്ട്. കറുത്ത ഐസ്ക്രീം ഉണ്ടോ? കറുത്ത ഐസ്ക്രീമാ? ഇതായിരുന്നു ആ ചോദ്യം. ശരി, കറുത്ത ഐസ്ക്രീം ഉണ്ടാക്കി തരാം കേട്ടാ. ഞാൻ വിചാരിച്ച പഠിക്കാനുള്ള നിങ്ങൾ ചോദിക്കാതിരിക്കുന്നു. കൊള്ളം കേട്ടാ ശിവാനി, എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് മിണ്ടാതെ ഇവിടെ വന്നിരിക്കാണല്ലേ. എന്ത് വലിച്ചു വാരിട്ടെന്ന്? അയ്യോ തമ്മിലടിക്ക് ഒന്നും അറിയാൻ പാടില്ല കേട്ടാച്ചാ. അലമാരിയിലെ ഇവളുടെ ഡ്രസ്സ് മടക്കി വെക്കാത്ത പേരിൽ പോയിട്ട് എന്റെ ഡ്രസ്സ് മൊത്തം വലിച്ചു വാരിയിട്ടേക്കണ്. എന്നിട്ട് ഞാൻ തേച്ച ഡ്രസ്സ് വരെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു ഉണ്ട പരിവാക്കി വെച്ചേക്കണ്. ഇത് വൃത്തിയായിട്ട മനസ്സാ കൊച്ചാ നിന്റെ? അയ്യോ ഇതാരേ പറയണേ വൃത്തിയായിട്ട മനസ്സാ? ആ ഇപ്പൊ യുദ്ധം ഇവിടെ ആയാ? എന്താ നിന്റെ പ്രശ്നം? അതിന് എന്താ പ്രശ്നം? അച്ഛൻ ചുമ്മാ കളിക്കല്ലേ. എന്താ പ്രശ്നം? അയ്യോ ഇവളെ ഭർത്താവ് കുറെ പൈസ അയച്ചു കൊടുക്കല കണക്കില്ലാതെ. ആ പൈസ കൊണ്ട് അവള് കുറെ ഡ്രസ്സുകൾ വാരി കൂട്ടി അലമാര അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. ഇവളെ അതിന് തൊട്ട് അശുദ്ധമാക്കിയത്. ഇത്രേ ഉള്ളു കാര്യം. ആവശ്യമില്ലാത്ത കൊറേ ഡ്രസ്സാ. അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഇത് വല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ. ഈ ശബ്ദമൊക്കെ പുറത്തുനിന്ന് കേൾക്കാം. ഒന്ന് പോവോ വലിയ അണ്ണൻ ചമയാണ്ട്? ഒന്ന് ഇറങ്ങിപ്പോ. ആ എന്തേ ചേച്ചി എന്തെന്ന് വെച്ചു? ചേച്ചി ഇന്നെ കാണാൻ തുടങ്ങിയപ്പോ ഒരു പോടാ പോടാ പോടാന്ന് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. അയ്യോ അത് നിനക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന്. ഇല്ല, ആ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളൂ. കുറച്ച് മനസ്സിലാവുന്നു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കേശു. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നെ അവിടെ നിന്ന് കണക്ക് നോക്കാൻ സമ്മതിക്കരുത്. ഞാൻ വല്ലവന്റെ കണക്കോട്ടാണ് ജീവിക്കണത്. കണക്ക് നോക്കിയാണ് ജീവിക്കണത്. ഇനിയിപ്പോ ഓവറാവും. എന്താ നോവറ്? നിന്നെ പോലെ 4-3 7 നില എഴുതണം അവിടെ കണക്ക്. ഇത് വലിയ ബിൽഡിങ്സും പ്രോജക്ടിന്റെ കണക്കാണ്. കോടികളാണ് കോടികൾ. ആരും ഓടിയെന്നാച്ചാ? ആരും ഓടാൻ കോടികളെ കണക്കാണെന്ന് പറയായിരുന്നു. അച്ഛൻ എന്തോന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും തുടങ്ങിയ പ്രശ്നമാണത്. അച്ഛൻ എന്താ വേണ്ടത്? ഇപ്പൊ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്താ വേണ്ടത്? കഥ അറിയാതെ എന്റെ ശബ്ദം മാത്രം കേട്ടോണ്ട് പ്രസവിക്കണുണ്ടവന്. കണ്ടവൻ മണ്ടായി. എങ്ങനെയാണെങ്കിലും പറഞ്ഞത് ശരി തന്നെയാ. കൊറേ ആയി നിങ്ങൾ ആട്ടം തുടങ്ങിയിട്ട്. എടി നീ എന്തിനാ റൂട്ട് തിരിച്ചു പറഞ്ഞത്? അടി ഇവിടെ അല്ലേ? എന്റെ അച്ഛൻ ഒന്ന് മിണ്ടാണ്ടിരിക്കോ കുറച്ചു നേരത്തേക്ക്. ദേ ശിവ, ഞാൻ ഒരു കാര്യം പറയാം. നീ ചെയ്തു കൂട്ടണുണ്ടല്ലോ, ദൈവം ഒരാളെന്ന് കാണുന്ന ഓർമ്മ വേണം. എടി നീ കുറച്ച് വലുതായപ്പോഴത്തേക്ക് ഞാൻ എന്റെ എന്തോരം പഴയ ഡ്രസ്സ് തന്നതാടി. പഴയത് മാത്രോ കുറെ പുതിയ ഡ്രസ്സ് ഞാൻ മേടിച്ചു തന്നതല്ലേ. എന്നിട്ട് നീ എന്റെ അടുത്ത് ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ കൊച്ചേ. ആ ചേച്ചി കണക്ക് പറയേ. എന്താ ഡ്രസ്സിൽ മാത്രം നിർത്തിയത്? എത്ര മിഠായി വാങ്ങി തന്നു, എത്ര കമ്മല് വാങ്ങി തന്നു ഒക്കെ പറയും. അതെ കുറച്ച് കാശ് കൈ വന്ന് കയറിയപ്പോഴത്തേക്കും കണക്ക് പറയുന്നതൊക്കെ അത്ര നല്ല സ്വഭാവം അല്ല കേട്ടോ. പിന്നെ കയ്യിലിരിക്കണ കാശ് സ്വന്തം കാശ് എന്നിട്ട് അഹങ്കാരം കാണിക്കാണ്ടിരിക്കുക. അപ്പൊ തന്നെ നന്നാവും. അഹങ്കാരം നിർത്തരടി. ഇതൊരു അംഗത്തിന് പറ്റിയല്ല. ഞാൻ എന്താ പ്രഖ്യാപിക്കുകയാണ്. ഇന്നേക്ക് 3-ാം നാള് എന്റെ മൂത്തപുത്രി കടത്തനാട്ട് ലച്ചുമാക്കവും ഇളയപുത്രി ശിവാർച്ച തമ്മിലുള്ള അംഗം ഞാൻ കുറിച്ചിരിക്കുകയാണ്. അങ്കത്തട്ട് കുളുമല കുങ്കി പടവലം റാണി പുത്രിയുടെ അടക്കളയിൽ നീയൊക്കെ തമ്മിൽ ചാറ്റി ചാവേ എന്തൊക്കെ പുല്ല മണ്ണാക്കട്ടെ. എനിക്കൊന്നുമില്ല. ശിവ വെറുതെ ഇരുന്ന് വഴക്കുണ്ടാക്കില്ലേ. ചേച്ചിയുടെ സോറി പറ. എന്റെ പ്രശ്നം തീർക്കാൻ നോക്ക്. ഒരു തെറ്റാവുമ്പോഴത്തേക്ക് രണ്ടാൾക്ക് സോറി പറയാൻ പറ്റും. ഇവിടെ ആദ്യം ആരാ ചെയ്തത്? ചേച്ചിയാണ് തെറ്റിയത്. ചേച്ചി പറയട്ടെ, അതിനാണ് ഞാൻ പറയാം. അയ്യേ ഇവളുടെ മുഖത്ത് നോക്കി സോറി പറഞ്ഞേക്കാൻ നല്ലത് ആ പാറമട പോയി ചാടണതാ. ഹലോ 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 ഓടി പോടി എനിക്ക് കേൾക്കണ്ട. എനിക്ക് അറിയാം കേട്ടോ. ആ നീ തല്ല്, ഞാൻ മേടിക്കാം. ചേച്ചി ഒരു പിടിക്ക് അടങ്ങ്. ചേച്ചിയല്ലേ അത്? ചേച്ചി ഞാൻ അടങ്ങാം. എന്തൊരു അഹങ്കാരമാണ് ഇതൊക്കെ. അഹങ്കാരം ഇങ്ങനെ തല വെച്ചിട്ട് ഒറ്റണോ സോറി പറയണ്ട. കുടുംബത്തിൽ ഒറ്റണത്തിന് സ്നേഹിക്കാൻ കൊള്ളത്തില്ല. നീ എന്തെങ്കിലും ചോദിച്ചോണ്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കണുണ്ട് ഞാൻ എല്ലാത്തിനും. എന്തോന്ന് പിറുപിറുക്കണത്? അയ്യോ അമ്മയുടെ ഇളയ മോളെ പറ്റി പറയുന്നതാണ് ആ ശിവാനി കുവാനി. അമ്മയ്ക്ക് അറിയാമേ എന്നെ ഡ്രസ്സ് അവിടെ കിടക്കണ കണ്ടിട്ടുണ്ടല്ലോ, എന്റെ ചങ്ക് ഒടിഞ്ഞു പോയി. കൊടുക്ക് ഞാൻ നോക്കിക്കോ. നേരത്തെ കൊടുത്തതോ 2 അയ്യോ അതൊക്കെ തല്ലായിരുന്നോ? അതിനേക്കിട്ടല്ലോ തല്ലി ഇഞ്ച പരിവാക്കണം. കുട്ടിപ്പിശാശി അറിയാം ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് നല്ല ഉറപ്പുണ്ട്. അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. നോക്കി ചേച്ചി നോക്ക്. എന്തുവാ? ഒന്നല്ലെങ്കിൽ ചേച്ചിയുടെ ഇളയത്തിന് ഇളതാണ് ഞാൻ. ആ എന്നെ തല്ലി ഇഞ്ച പരിവാക്കണമെന്നല്ലേ? ചേച്ചി എന്തൊരു വിരോധമാണ് ചേച്ചി എന്നോട് മനസ്സില്. നിന്റെ കയ്യിരിപ്പ് അങ്ങനെയല്ലേ, അപ്പൊ വിരോധമൊക്കെ കാണും. ആ ചുമ്മാതല്ല അച്ഛൻ പറയണേ. ശിവ നിർത്ത്. അമ്മ മിണ്ടാതിരിക്കാമേ. നീ പറ അച്ഛൻ എന്താ പറയാ? പറയണേ നീ. പറയാം ഒച്ച വെക്കല്ലേ. അട്ടയും പിടിച്ച് മെത്തേക്ക് എടുത്തത് കിടക്കൂല, അതാണ് അച്ഛൻ പറയാറ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ലച്ചു ആണ് അച്ഛൻ പറയാറുണ്ട്. അയ്യോ ഇതിനുള്ള ഉദാഹരണം ഞാൻ എങ്ങനെയാവണേ? പറഞ്ഞുതരാം. നോക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ലച്ചുവിന് എത്ര സമ്പത്തോ സ്വർണോ ബന്ധുക്കളോ സൗഹൃദോ എന്ത് കിട്ടിയാലും ലച്ചു പഴയ താറ ലച്ചു തന്നെയാണ് എന്ന് അച്ഛൻ പറയുന്നതാണ്. എനിക്കറിയില്ല. ഇവിടെ എന്തോന്ന് ഞാൻ കുറെ കേട്ടോണ്ട് അവിടെ നിന്ന് കേട്ടാ. ഞാനൊരു കാര്യം പറയാം. ഞാൻ വെടിക്കെട്ട് നടത്തി ഉത്സവം കെട്ടി തറ ഇറക്കും. അച്ഛൻ ഈ വെടിക്കെട്ട് കാരണമാണ് ഈ പിള്ളേരെ ഓരോ ആവശ്യമില്ലാത്ത വാക്കൊക്കെ പഠിച്ചോണ്ട് തന്നെ. അച്ഛൻ ആദ്യം വെടിക്കെട്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം നിർത്ത്. അതെന്തായാലും നിർത്താൻ പറ്റില്ല. ഒന്നെങ്കിൽ അച്ഛന്റെ വെടി തീരണം, അല്ലെങ്കിൽ നമ്മളെ വെടി തീരണം. അവള് പറഞ്ഞേണ്ടാ ബേളം കേട്ട് ഞാൻ ഇവിടെ വന്നേണ് തള്ള മോള് മഴ കൊണ്ടായിരിക്കാൻ വേണ്ടി. നിനക്ക് എന്റെ അടുത്ത് എന്താണ് ഇത്ര വിരോധം? വിരോധമല്ല വൈരാഗ്യം.
എന്റെ അച്ഛന്റെ പേര് വലിച്ചിട്ടത് ഞാനല്ല, ദേ ഈ ശിവാനിയാണ്, ചോദിച്ചു നോക്ക്. ഒരു കാര്യം ഞാൻ പറയാം, ലച്ചുവിന് പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് അച്ഛന്റെ പേരങ്ങ് വലിച്ചിടും. അത് പണ്ട് ഇച്ചിരി കുറവായിരുന്നു, ഇപ്പൊ ഇച്ചിരി ഓവറാണത്. ഓ, ഭർത്ത സ്നേഹം. ദേ നിന്റെ ഇളയത്തിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ അടിക്ക് ഞാൻ. അത് നിങ്ങൾ മിണ്ടാതിരിക്കും, നിങ്ങൾക്ക് രണ്ടെണ്ണം തരേണ്ടത്. ആ മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീയായി. ശിവ നീ പോ, ചെല്ല്. അമ്മ പറഞ്ഞല്ലേ പോടി. ഇറങ്ങിപ്പോയാലും ഞാൻ ഇവിടെ തന്നെ കാണും. പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ പറ, ആരാണ് ഇവിടെ ഇറങ്ങി പോട്ടെ, പറയരുത്, നീ പറ. ലച്ചു, നിർത്തി ലച്ചു. ചേച്ചി എന്തോന്ന് ചേച്ചി ഒരുമാതിരി തീരെ സംസ്കാരം ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നേ. അയ്യോ, വലിയ സംസ്കാര സമ്പന്നം വന്നേക്കണ്. എന്റെ പൊന്നു, എനിക്ക് അറിയാടാ നിന്റെ മാന്യതയൊക്കെ. എന്തോന്ന് ഞാനേ ഈ നാട്ടിലും ഇവിടെ ഒക്കെ കുറച്ച് വിലയും നിലയും മാന്യതയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. ആ, ഭയങ്കര മാന്യതയാണ്. അതുകൊണ്ടാണ് ട്യൂഷൻ സാറ് ചമ്മന്തി ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് അവിടുത്തെ അപ്പുറത്തെ വീട്ടിലെ മതിലിങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കും. എന്നിട്ട് അവിടുത്തെ പെമ്പിളോട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കും. എന്തോ ആടെ ഇത്, ഭയങ്കര മാന്യതയാണ്. പോടാ. എന്താന്നത്? സമാനത്തോടെ ഒന്ന് റൂമിൽ പോലെ ഇരിക്കാൻ പറ്റില്ല, അവിടെ വരെ വരണ്ടല്ലോ ബഹളം. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ മാറി താമസിക്കേണ്ടി വരും. ഞാൻ മാറി താമസിക്കേണ്ടി വരും. നീ കൊറേ നാളാണ് പറയണത് മാറി താമസിക്കുന്നു. പോയി മാറി താമസിക്കടാ. എന്തിനാ നീ പറഞ്ഞോണ്ടിരിക്കണത്? നീ മാറി താമസിച്ചില്ലെങ്കിൽ നിന്നെ ഞാനൊന്ന് ഇറക്കി വിടും, പറഞ്ഞേക്കാം. അമ്മ എന്താടാ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ശരിയല്ല കേട്ടോ. എടാ, ഇന്നത്തെ ദിവസത്തിന് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പലരുടെ മനസ്സാണ് ശരിയില്ലാത്തത്, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമൊന്നും ദിവസത്തിനില്ല. നീലു, ഞാൻ കുറച്ച് ദിവസം നെയ്യാറ്റിങ്ങനെ പോയി നിന്നാലാ മനസ്സിന് ശാന്തി സമാധാനം കിട്ടും. വയ്യടി, വയസ്സായി വരല്ലേ. അവിടെ 2 വയസ്സായ ആൾക്കാരുണ്ട്, അതോടെ അവരുടെ മനസ്സമാധാനം പോയി കിട്ടും. ഇല്ല, ഞാൻ നിർത്തി. ഇതിന്റെ ഇടയിൽ എനിക്ക് വയ്യ, എനിക്ക് കിടന്ന് കളിക്കാൻ വയ്യ. എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. എന്റെ അമ്മ എനിക്ക് വയ്യ, മടുത്തേ എന്റെ അമ്മോ. ശിവ നീ വന്നേ. വാടി വരേ വന്നോളാം, കൈ